റയൽ മാഡ്രിഡും ബയേൺ മ്യൂണിക്കും ചേർന്ന് ഇതുവരെ 21 തവണ ചാമ്പ്യൻസ് ലീഗ് ഉയർത്തിയിട്ടുണ്ട്. റയലാണ് രാജാക്കന്മാർ 15 വട്ടം, ബയേൺ 6 തവണയും. പക്ഷേ ഇന്നേവരെ ഇരുവരും ഫൈനലിൽ ഏറ്റുമുട്ടിയിട്ടില്ല. ഇത്തവണയും ഏറ്റുമുട്ടില്ല. നോക്കൌട്ട് റൗണ്ടിൽ ഇതിനു മുമ്പ് 6 തവണ ഏറ്റുമുട്ടിയതിൽ 5ലും ജയിച്ചത് റയലായിരുന്നു. ആകെ ഏറ്റുമുട്ടിയ 29ൽ 13 തവണ റയൽ ജയിച്ചപ്പോൾ ബയേണിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് 9 ജയം. എംബാപ്പയുടെ ശക്തമായൊരു ഷോട്ട് നോയർ അവിശ്വസനീയമായി തട്ടിയകറ്റിയപ്പോൾ കമന്ററി ബോക്സിൽ മുഴങ്ങിയ വാചകം ഇങ്ങനെയായിരുന്നു: ദ റിയാക്ഷൻ സ്റ്റിൽ ഷാർപ്പ് ഫ്രം 14-year-old മാനുവൽ നോയർ. ഫിയർലെസ് ആറ്റിറ്റ്യൂഡുമായാണ് ഇരു ടീമുകളും ബെർണാബ്യൂവിൽ ഇറങ്ങിയത്. റയൽ പേടിക്കേണ്ടത് ഒലിസെയായിരുന്നു. ആ ഒലിസെ റയലിനെ പേടിപ്പിക്കുകയും ചെയ്തു. എംബാപ്പയുടെയും വിനീഷ്യസിന്റെയും ശ്രമങ്ങൾ കൈകൊണ്ടും കാലുകൊണ്ടും തടഞ്ഞ് 40-കാരൻ മാനുവൽ നോയർ കോട്ട കെട്ടി. ആദ്യ പകുതിക്ക് തൊട്ടു മുൻപായി തന്നെ ബയേൺ ആദ്യ വെടി പൊട്ടിച്ചു. റയലിന്റെ മിഡ്ഫീൽഡിനെയും ഡിഫൻസിനെയും ഒരുപോലെ വട്ടം കറക്കിയൊരു ടീം ഗോൾ. ഹാരി കെയ്നും സെർജി നാബ്രിയും ചേർന്ന് നടത്തിയൊരു നീക്കത്തിന് ലൂയിസ് ഡിയാസിന്റെ ഫിനിഷിംഗ്. പന്ത് നെറ്റിനെ തൊടുമ്പോൾ 7 റയൽ താരങ്ങളാണ് ഒരുപോലെ ലൈൻ പാലിച്ച് ആ കാഴ്ച നോക്കി നിന്നത്. ബയേണിനായി ഡിയാസിന്റെ 23ാമത്തെ ഗോൾ. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ കെയ്ൻ ബെർണാബ്യൂവിനെ ഒരിക്കൽ കൂടി നിശബ്ദമാക്കി. റയലിന്റെ പിഴവിൽ നിന്നായിരുന്നു ആ ഗോളിലേക്കുള്ള പിറവി. രണ്ടാം ഗോൾ വീണതോടെ റയൽ ആക്രമണം കനപ്പിച്ചു. എന്നാൽ 60ാം മിനിറ്റിൽ ലഭിച്ചൊരു സുവർണാവസരം വിനീഷ്യസ് പാഴാക്കി. ചിപ്പ് ചെയ്താൽ പോലും ഗോളാകുമായിരുന്ന ആ 1-on-1 സിറ്റുവേഷനിൽ വൈറ്റ് ബോക്സിലേക്ക് പോയി നിറയൊഴിക്കാനായിരുന്നു വിനീഷ്യസിന്റെ ശ്രമം. എന്നാൽ അതേ ദിശയിൽ അതേ വേഗത്തിലോടി നോയർ വിനിയുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചു. ആ വൈഡ് ഷോട്ട് പുറത്തേക്ക് പോയത് ഇരു കൈകളും ഉയർത്തിയാണ് നോയർ ആഘോഷിച്ചത്. എങ്ങനെയെങ്കിലും ഒപ്പം എത്തണമായിരുന്നു റയലിന്. കരേറാസും വിനിയും എംബാപ്പയും പിന്നെയും നോയറെയും ബയേൺ ഡിഫൻസിനെയും പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ നോയർ കീഴടങ്ങി. ഒരൊറ്റ തവണ അലക്സാണ്ടർ ആർണോൾഡ് ബയേൺ ഡിഫൻസ് കീറി മുറിച്ചു കൊടുത്തൊരു ക്രോസ്. ഓടിയെത്തിയ എംബാപ്പെ പിഴവൊന്നും കൂടാതെ അത് ലക്ഷ്യത്തിലെത്തിച്ചു. അവസാന നിമിഷം ലഭിച്ചൊരവസരം എംബാപ്പെ ബോക്സിന് പുറത്തു നിന്നൊരു ഷോട്ട് ഉതിർത്തെങ്കിലും പുറത്തേക്ക് പോയി. വൈകാതെ ലോങ് വിസിൽ. കടലാസിലെയും ചരിത്രത്തിലെയും കണക്കുകളിൽ കാര്യമില്ലെന്ന് ഓർമ്മിപ്പിച്ച് ബയേൺ റയലിന്റെ ഗ്രൗണ്ടിൽ 2-1 വിജയം ആഘോഷിച്ചു. 10 ഓൺ ടാർഗറ്റ് ഷോട്ടുകളാണ് റയൽ തൊടുത്തത്. പക്ഷേ നേരത്തെ പറഞ്ഞ ആ 40-കാരന്റെ കോട്ട പൊളിക്കാൻ അതൊന്നും മതിയായിരുന്നില്ല. ബയേൺ പരിശീലക കുപ്പായത്തിൽ തന്റെ 100ാം മത്സരം വിൻസെന്റ് കോമ്പനി ബെർണാബ്യൂവിലിട്ട് റയലിനെ തീർത്ത് ആഘോഷമാക്കി. അതിന് വഴിയൊരുക്കിയത് പരിശീലകനേക്കാൾ 1 വയസ്സ് മൂത്ത കളിക്കാരൻ മാനുവൽ നോയർ. രണ്ടാം പാദം അടുത്തയാഴ്ച അലിയൻസ് അരീനയിൽ. ജർമ്മൻ മണ്ണിലിട്ട് പൊട്ടിക്കാൻ അർബലോവ കരുതി വെക്കുന്നതെന്താകും? വെയിറ്റ് ആൻഡ് സീ.